ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ? കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള അവർക്ക് അത്യാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണം അതാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ കൂൺ കൃഷിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മൾ വൈക്കോലാണ്. വൈക്കോൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, എല്ലാ ടൈമിലും കിട്ടില്ല. ജൂൺ മാസമാക്കി ഇപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും കിട്ടില്ല. അപ്പോൾ വില കൂടും. വില ഈ ടൈം മാസമൊക്കെ മേടിക്കുകയാണെങ്കിൽ 250 ഉണ്ടാവും. നമ്മൾ കൊയ്ത്തുള്ള ടൈമിൽ മേടിക്കുകയാണെങ്കിൽ 150 കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അത്രയും ലാഭത്തിൽ ചെയ്യാൻ നോക്കുക കൂൺ കൃഷി ചെയ്യുമ്പോൾ. പിന്നെ ഇതേപോലെ ഒരു ഷെഡ് വേണം എന്തായാലും വൈക്കോലൊക്കെ. പിന്നെ വൈക്കോല് ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കണം. ഒരു കൊല്ലത്തേക്കുള്ള വൈക്കോല് മേടിച്ച് വെക്കണം. പിന്നെ വൈക്കോല് വിത്ത് കിട്ടിയിട്ട് വൈക്കോലില്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെയും തിരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കൂൺ കൃഷിക്ക് വേണ്ട വൈക്കോല് റെഡിയാക്കി വെക്കാം. പിന്നെ ഇതേപോലെ വെക്കുമ്പോൾ നമ്മൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നിലത്തുനിന്നേ ഈർപ്പം വരാൻ പാടില്ല. ഇതുപോലെ താർപ്പായി, ഇവിടെ ഞാൻ നീലൊരു താർപ്പായി വെച്ചിരിക്കുന്നു. ഇതേപോലെ ഒരു താർപ്പായി വിരിക്കുക. എന്നിട്ട് അതിന് മേലെ വേണം ഈ വൈക്കോലെടുത്ത് വെക്കാൻ. പിന്നെ വൈക്കോൽ ഇറക്കി കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ ശേഷം വിത്ത് നമ്മൾ എവിടെ നിന്നാണോ ഇറക്കുന്നത് അവിടെ ആദ്യം തന്നെ ഒരു മാസമോ ഒരു 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് വിത്താണ്. ഇതിലിപ്പോൾ 2 കവറുണ്ട്. വിത്താണ് പിന്നെ വേണ്ടത്. ഉണ്ടോ, ഇതാണ് വിത്ത്. ഇത് കയ്യിൽ കിട്ടിയ ശേഷം വൈക്കോല് നമ്മൾ വെള്ളത്തിലിടാൻ പാടുള്ളൂ. വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ ഞാനിപ്പോൾ 250ൻ്റെ ഒരു ടാങ്കാണ്, അതിലാണ് ആ വെള്ളത്തിലിട്ട് വെക്കുന്നത്. പിന്നെ അതൊരു ടാങ്ക് വേണം. പിന്നെ വേണ്ടതാണ് ഇങ്ങനത്തെ ഒരു കവർ. 5 കിലോൻ്റെ കവറാണ്. ഇതിൽ പേര് നോക്കിയാൽ മതി. അപ്പോൾ 5 കിലോൻ്റെ കവറാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 കിലോന്ന് അതിനുള്ള മഷീനോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കവറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൈസാണ്. മുട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നുള്ളൂ. അതിനാണ് ഈ വലിയ സൈസ് കവർ എടുക്കുന്നത്. പിന്നെ എന്താ വേണ്ടതെന്ന് അറിയോ? ഇത് വെളുത്തുള്ളി കവറാണ്. വെളുത്തുള്ളി കവർ ഇപ്പോൾ കിട്ടാനില്ല. ഇത് ഞാനിപ്പോൾ മുമ്പേ മേടിച്ചതാണ്. ഇതും കേടുവരാനായി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പച്ചത്തുണി കിട്ടും, ഈ ഗ്രെയിൻ ഹൗസ് എന്ന് പറയും. കണ്ടോ ഇതേപോലത്തെ. ഞാനിതിലിപ്പോൾ പൈപ്പ് കൊടുത്തിരിക്കുകയാണ് ടാങ്കിൽ. വെള്ളം നമുക്ക് തുറന്നു വിട്ടാൽ അതിൽ നിന്ന് വെള്ളം വാർന്നു പോയിക്കോളും. പിന്നെ നമ്മൾക്കിതിൽ വാരി നിറച്ചിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഡ്രൈയിലിട്ടിട്ട് ഒന്ന് ഉണക്ക വേണ്ടു. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ വൈക്കോല്, വിത്ത്, ഒരു വാഷിംഗ് മെഷീൻ വേണം. ഇതുപോലെ ഒരു തുണി വെളുത്തുള്ളി ചാക്ക്. ഉള്ളിച്ചാക്ക് പാടില്ല, വലിയ ഉള്ളീൻ്റെ ചാക്ക് പാടില്ല. അത് വാഷിംഗ് മെഷീൻ കേടുവരും. വെളുത്തുള്ളി ചാക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇത് ചാക്ക് പോലെ തുന്നുക. പിന്നെ കത്രിക. ഇത് നല്ലപോലെ ഡെറ്റോൾ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് വേണം ഓരോ തവണ ചെയ്യുമ്പോൾ നമ്മൾ കവർ പൊളിക്കുമ്പോൾ, വിത്തിൻ്റെ കവർ പൊളിക്കുമ്പോൾ വെട്ടുന്ന സമയം കത്രിക നല്ല ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ മാർക്കർ. ഇത് കവറിൽ മാത്രം എഴുതാനെടുക്കുന്ന മാർക്കറാണ് കേട്ടോ. കവറിൽ മാത്രം എഴുതാനെടുക്കുന്ന മാർക്കറാണ്. അപ്പോൾ പിന്നെ വേണ്ടത് ഇതാണ്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഡേറ്റ് എഴുതണം. നമ്മൾ 14 ദിവസം കഴിഞ്ഞാൽ വേറെ ഷെഡിലേക്ക് മാറ്റും. ഇരുട്ട് റൂമിൽ നിന്ന് വെളിച്ചുള്ള റൂമിലേക്ക് മാറ്റും. ഇവിടെ ഹൈടെക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ എനിക്കൊരു 3 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് ഡേറ്റ് വെച്ച് നോക്കിയാൽ വേഗം എടുത്ത് കളയാം. അപ്പോൾ ഏത് കാര്യത്തിനും നമ്മളൊരു ഡേറ്റ് വെച്ച് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്നും അത്യാവശ്യമാണ്. പിന്നെ ഇതേപോലത്തെ ഒരു സ്പ്രേ ചെയ്യുന്നത്. ഇത് നല്ല മഞ്ഞ് വീഴുന്ന പോലെ വീഴും കേട്ടോ. അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ച് നേരം അടിച്ചാൽ മതി. ഇന്ത്യ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഞ്ഞ് വീഴുന്ന പോലെ ഇങ്ങനെ കണ്ടോ, മഞ്ഞ് വീഴുന്ന പോലെ വീഴും. ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ സൂചി. ചെറിയ സൂചി പാടില്ല, ഏറ്റവും ചെറുത് പറ്റില്ല. ചാക്ക് തുന്നുന്ന സൂചിയാണ്. അല്ലെങ്കിൽ ഇതിനാട്ടി ഒന്നും കൂടി എണ്ണം കുറഞ്ഞതുണ്ടാവും. പിന്നെ കുമ്മായപ്പൊടി, കയറ്, ഡെറ്റോള്, റബ്ബർ ബാൻഡ്, ഇതൊക്കെയാണ് വേണ്ടത്. കുമ്മായപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചാൽ വൈക്കോല് വേവിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. വറകിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുമ്മായപ്പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി. അതെങ്ങനെ കുമ്മായപ്പൊടി ഇടേണ്ട അളവൊക്കെ ഞാൻ ബെഡ് നിറയ്ക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പിന്നെയാണ് വേണ്ടത് വാഷിംഗ് മെഷീൻ. കണ്ടോ, ഇത് മേടിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള നോക്കി മേടിച്ചോളൂ. നമുക്ക് വൈക്കോലൊക്കെ ഒരു 3 തവണ ഇവിടെ നോക്കി നോക്ക്. ഇതുപോലത്തെ മേടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് നല്ല വാഷിംഗ് മെഷീൻ തന്നെയാണ്. ഞാനിത് വൈക്കോല് ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടാങ്ക് ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ തന്നെ ചെയ്ത് റെഡിയാക്കിയതാണ്. വെള്ളം വാർന്നു പോകാൻ മുക്കി വയ്ക്കുന്നതിനെക്കാട്ടി എളുപ്പം നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടാങ്കിൻ്റെ അടിയിൽ പൈപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ അടിയിൽ പൈപ്പ് കൊടുത്ത് അടപ്പ് തുറന്നു കൊടുത്താൽ വെള്ളം ഇങ്ങനെ വാർന്നു പോയിക്കോളും. പിന്നെ എന്ത് ചെയ്യണം?
അത് വാരിയിട്ട് ഈ ഞാൻ വെളുത്തുള്ളി ചാക്കില്ലേ, വെളുത്തുള്ളി ചാക്കിൽ വാരിയിട്ട് ഇതിൽ കൊണ്ടുവന്നിടും. 5 മിനിറ്റ് ഉണങ്ങലും കഴിഞ്ഞു. ഇത് നോക്കി നോക്ക്, ഇതിനുള്ളിൽ കണ്ടോ, ഇതിനുള്ളിൽ കല്ല് വെച്ചിട്ടുണ്ടോ. ഇതെന്തിനാ വെക്കുന്നത് അറിയാമോ? വൈക്കോല് നല്ല വെള്ളത്തിൽ അമർന്ന് കിടക്കാനേ. ഇതിപ്പോൾ ഇത്ര വെള്ളം ഉണ്ടേനു, വൈക്കോല് വെള്ളം കുടിച്ചതാണ്. ഇത് ഇനിയിപ്പോൾ നാളെ എടുക്കുള്ളൂ. 36 മണിക്കൂർ ഇതേപോലെ ഇട്ട് വെക്കണം കേട്ടോ, 36 മണിക്കൂർ. എന്നിട്ട് വേറൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് അടച്ചു വെക്കുന്ന എന്തിനാണ്? മഴവെള്ളം വീഴാണ്ടിരിക്കാനാണ് നല്ലപോലെ അടച്ചു വെക്കുന്നത്. പിന്നെ ഒച്ചോ വല്ല പ്രാണികളൊക്കെ അതിൽ വന്ന് കയറി കൂടണ്ടാച്ചിട്ട് നല്ലപോലെ അടച്ചു വെക്കുക. പിന്നെ ഒന്ന് കാണിച്ചു തരാം. മേലത്തെ കല്ലെടുത്ത് മാറ്റിയ ശേഷം ഈ അടപ്പ് തുറന്ന് വിടുക. തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം വാർന്നു പോകും. എന്നിട്ട് വൈക്കോല് വാരിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മേലും കൈ നല്ല വേദന ഉണ്ടാവും. വൈക്കോല് വെള്ളം കുടിച്ച സമയമാണ്, നല്ല വെയിറ്റും ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ വെള്ളം വാർന്ന ശേഷമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് തിരിച്ചിടാൻ ചെടിക്ക് തന്നെ വെള്ളം പോവും. ചെടിക്കൊന്നും കേടുന്നില്ല, നല്ല തന്നെ കുമ്മായപ്പൊടി നല്ല തന്നെയാണ് ചെടിക്ക്. അപ്പോൾ നേരെ ചേന, ഇതാ ചേനയൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ചേനയും കാവത്തുണ്ട്, ചേമ്പുണ്ട്, ഇതിനൊക്കെ നല്ല വളമാണ്. അപ്പോൾ അവിടത്തേക്ക് തുറന്നു വിടും. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിലൊന്നും മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റാനുള്ളൂ. ഏത് പാക്ക് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, നിങ്ങൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റില്ല, അത് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ പുൽത്തൈലം പ്രത്യേകിച്ച് കാണിക്കാൻ പറ്റിയില്ല. പുൽത്തൈലും എൻ്റെ കയ്യിലില്ല. അതിപ്പോൾ കൂൺ വിത്ത് ഇട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മാസമായി കഴിഞ്ഞാൽ ചെറിയ പ്രാണികൾ വരും. അപ്പോൾ ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുകയുള്ളൂ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞും തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ കാണിച്ചും തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും മേടിച്ച് റെഡിയാക്കി വെക്കുക. അപ്പോഴേക്ക് ഞാൻ കൂൺ ബെഡ് നിറയ്ക്കുന്ന വിധം ഞാൻ അടുത്ത വീഡിയോ ഇടും, അടുത്തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.